ഹലോ, ഇത് ബർത്ത്ഡേ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. ആദ്യം തന്നെ ഇത് ബർത്ത്ഡേയുടെ അന്ന് തന്നെ വൈകിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയ വീഡിയോ ആണ്. ഞാനും ചേച്ചിയും ചേട്ടനും അനിയത്തിമാരും ഒക്കെ കൂടി അവർ വന്നല്ലോ ഒന്ന് ഇവിടെ ഒന്ന് ചുറ്റിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. വന്നിട്ടുണ്ടെങ്കിലും ഞാനൊന്നും അവർ വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ തന്നെ വന്നത് കഴിഞ്ഞ ആ ഒരു വീഡിയോ കാണിച്ചില്ല, ആ സമയത്താണ് കേട്ടോ ഈ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ എല്ലാപ്പോഴും വരുമ്പോൾ ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യും കേട്ടോ. ഈ ഒരു പാലം വന്നത് അടിപൊളി പാലം കേട്ടോ. മറ്റേ ചെമ്മീൻകെട്ടും അതാണ് നമ്മൾ ആദ്യം കണ്ടത്, ചെമ്മീൻകെട്ട്. ഇത് ചീനവല കേട്ടോ, അപ്പുറത്തെ വശത്തുണ്ട് ഇപ്പുറത്തെ വശത്തുണ്ട് കേട്ടോ. അപ്പം നിച്ചോ ഓരോന്നൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കണേ കേട്ടോ അതിനെയൊക്കെ പറ്റിയിട്ട്. പിന്നെ അനിയത്തിമാർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അവർ ഈ പാലം ഓർന്ന് അവർക്കും ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ അത്രയും നല്ല കാറ്റും ആ മഴയുടെ ആംബിയൻസും എല്ലാം പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിമാരെന്ന് പറയുന്നത് മാമൻ്റെ മക്കളാണ് കേട്ടോ, അതായത് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മക്കൾ, അവർ ട്വിൻസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കപ്പേളപ്പള്ളി, ചെറിയൊരു പള്ളിയാണ്. നമ്മുടെ ചാവറച്ചൻ വന്നിറങ്ങിയ കടവാണ് കേട്ടോ. അതാണ് ഇവിടെ കപ്പേളപ്പള്ളി എന്ന് പേര് വന്നത്. വലിയ പള്ളി കുറച്ച് നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയാണ് കേട്ടോ. ഇവരുടെ വീട്ടിലോട്ട് തന്നെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയാണ് കേട്ടോ. ഇനി നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് കേട്ടോ ചേട്ടൻ ചേച്ചിയും കൂടി കൊടുത്ത ഗിഫ്റ്റ്. അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന് വണ്ടി എന്ന് വെച്ചാൽ ഭ്രാന്താണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു വണ്ടി കൂടി കിട്ടിയായിരുന്നു. ഇതും കൊണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നടന്നേച്ചത്. അവന് JCB എന്ന് വെച്ചാൽ ക്രൈസാണ്. എന്തോരം JCB ആണെന്ന് വാങ്ങിച്ചിട്ട്. അതേപോലെ റോട്ടിൽ കൂടി പോയി കഴിഞ്ഞാലും നമ്മൾ അവിടെ നിന്ന് അതവിടെ നിൽപ്പണവരെ നമ്മൾ അവിടെ നിൽക്കണം. അത്ര അവന് ക്രൈസാണ് കേട്ടോ JCBനോട്. ഇത് വന്നിട്ട് ഞങ്ങളുടെ മറ്റേ കസിൻ ഇല്ലേ, അന്ന് നേരത്തെ ബ്ലോഗിൽ കാണിച്ചില്ലേ, ആ ഒരു കസിനാണ് കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. ഇങ്ങനെ എന്താ വീടൊക്കെ വെക്കാൻ പറ്റണ ടൈപ്പിൽ. അതിൽ തന്നെ നമുക്ക് പഠിക്കുകയും ചെയ്യാം കേട്ടോ. ഓരോ നമ്പേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഇത് അവിടുത്തെ അമ്മയും അങ്ങനെയും കൂടി വാങ്ങിച്ചെടുത്ത ഗിഫ്റ്റാണ്. നല്ല ഡ്രസ്സാണ് കേട്ടോ. അവനില്ല പാൻസൊന്നും അധികവും ഇല്ല, കൂടുതലും നിക്കർ അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അടിപൊളിയായി, അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് വന്നത് ചേട്ടൻ്റെ കൂട്ടുകാർ വാങ്ങിച്ചു കൊടുത്തതാണ്. പിയാനോ വന്നിട്ടുണ്ട്, മൈക്കും വന്നിട്ടുണ്ട് കേട്ടോ. ഇതും അവന് ഒരു അത്ഭുതമാണ്. ഇങ്ങനത്തെ സംഭവം അവൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അത് നമ്മൾ ഓണാക്കി ചാർജൊക്കെ ചെയ്തിട്ട് അവനെ ഒന്ന് കളിച്ചൊക്കെ നോക്കാനുണ്ടായിരുന്നു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടം. പിന്നെ അവന് കിട്ടിയത് അവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ചോക്ലേറ്റ്. അവിടുത്തെ കസിൻ തന്നെ കൊടുത്തതാണ് കേട്ടോ. അവനും അതും ഭയങ്കര ഇഷ്ടമായി. ഇത് പിന്നെ ചേച്ചിയുടെ ഓഫീസിൽ നിന്ന് വന്ന ഫ്രണ്ട്സ് കൊടുത്തതാണ് കേട്ടോ. അതും അവർ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതൊരു കാറായിരുന്നു. അത് അൺബോക്സ് ചെയ്ത് എടുത്തില്ല എന്ന് തോന്നുന്നതേ. ഇതാണ് അമ്മ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ, സ്റ്റഡി ടേബിൾ. കൊച്ചു സ്കൂളിൽ പോകാൻ തുടങ്ങിയേ ഉള്ളൂ, എന്നാലും അവന് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇത് വാങ്ങിച്ചു കൊടുത്തത്. ഇതിൽ നിന്ന് പഠിക്കില്ലെന്നൊന്നും അറിയില്ല. ആദ്യം ഇരുത്തിയപ്പോൾ കൊച്ചിന് ഭയങ്കര നാണമൊക്കെ ആയിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. പിന്നെ വന്നതാണ് ഗിഫ്റ്റ്. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സർപ്രൈസ് ഗിഫ്റ്റായിരുന്നു കേട്ടോ. ഇത് മാമന് വാങ്ങിച്ചു കൊടുത്തതാണ്. അനിയത്തിമാർ ഒക്കെ കൂടി വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ ഇത്. സൈക്കിള് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചില്ല, അവൻ കയറി ഇരുന്നിട്ട് അപ്പം തന്നെ ചവിട്ടി തുടങ്ങി. ഒരു നമ്മൾ പിടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടി അപ്പം തന്നെ ചവിട്ടി തുടങ്ങിയായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും സന്തോഷമായി, അവനും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേനേക്കാളും കൂടുതൽ ഈ ബർത്ത്ഡേ ഒന്നും കൂടി ഭംഗിയായി കഴിഞ്ഞത് കേട്ടോ. അങ്ങനെ അവൻ സൈക്കിളൊക്കെ ചവിട്ടി നടക്കണമായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ട് കേട്ടോ അവന് കൂട്ട് സൈക്കിൾ ചവിട്ടിപ്പിക്കാനായിട്ട്. ചേട്ടൻ്റെ ഫ്രണ്ട്സ്, ഞങ്ങൾ കസിൻസ്, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും ഇത് ചെറിയ ബർത്ത്ഡേ ആയിട്ട് നടത്തണമെന്നായിരുന്നു വിചാരിച്ചതെങ്കിലും ഇത്ര നല്ല ഭംഗിയായിട്ട് നടത്താൻ പറ്റി കേട്ടോ. അത് പറഞ്ഞത് ഫസ്റ്റത്തെ ബർത്ത്ഡേക്കായും നല്ല അടിപൊളിയായിട്ട് ഈ ബർത്ത്ഡേ നടത്താൻ പറ്റിയെന്ന്. പിന്നെ അൺബോക്സ് ചെയ്തത് ചേച്ചിയുടെ ഓഫീസിൽ നിന്ന് വന്ന ഫ്രണ്ട്സ് കൊടുത്തതാണ് കേട്ടോ. അതും നേരത്തെ പോലെ തന്നെ റിമോട്ട് കാറായിരുന്നു. ഒന്നും കൂടി സന്തോഷമായിട്ടോ. പിന്നെ വന്നത് ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു കേട്ടോ, ഒരു ഫ്രെയിം. അത് എനിക്ക് കുറേ നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വെച്ച ഒരു ഫ്രെയിമായിരുന്നു കേട്ടോ. അതായത് അവൻ്റെ അപ്പാപ്പനും അച്ചാച്ചനും അവൻ എടുത്തുകൊണ്ടിരിക്കണ ഒരു ഫ്രെയിം. അവൻ കണ്ടിട്ടില്ലെങ്കിലും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അങ്ങനെ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഇത് നമുക്ക് ചെയ്ത് തന്നത് RB സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റുഡിയോയിലാണ് കേട്ടോ ചെയ്തത്. ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ ചുമ്മാ ബാൽക്കണി പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇവിടെ രാവിലെയൊക്കെ ഇങ്ങനെ മഞ്ഞ് നിൽക്കണമൊക്കെ കാണാൻ പറ്റും കേട്ടോ. പക്ഷെ ഞാൻ എന്നിട്ട് ഇപ്പോൾ വൈകിപ്പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇഷ്ടപ്പെട്ടത് എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.